ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് മെയ് 31. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാല് മാതാവിന്റെ വണക്കമാസം തുടങ്ങിയിട്ട് ഇന്ന് തീരുന്ന ദിവസമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വണക്കമാസം തീർക്കാനുള്ള പരിപാടി ഞങ്ങള്. അപ്പോൾ നടയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നടയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. ആദ്യം തന്നെ നമുക്ക് ഓരോ ഇതൊക്കെ എടുത്തൊന്ന് തുടച്ച് നീറ്റാക്കാം. എല്ലാം നല്ല പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നട ആഴ്ച തുടക്കണതാണ്. എന്നാലും ഇങ്ങനെ പ്രത്യേക ദിവസമൊക്കെ ഒന്നുകൂടെ ക്ലിയറായിട്ട് തുടക്കുന്നത് നല്ലതാണല്ലോ. ടീന അവിടെ പണിയിലാണ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള പരിപാടിയിലായി. അതുകൊണ്ട് ടീന വന്നില്ല, ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യാൻ ഓർത്തു. എടാ അപ്പൊ ആദ്യം ഒന്ന് തുടച്ചിട്ടേ ഗൈസ്. അപ്പോ നമ്മുടെ നടയൊക്കെ തുടച്ചു, എല്ലാം നീറ്റാക്കി, എടാ എല്ലാം അടിപൊളിയാക്കി, മാധവനെയൊക്കെ തുടച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ രൂപമാണ് നമ്മൾ താഴത്തേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പോണത്. അപ്പോ ഇതിനിടാണ്ട് മാല വാങ്ങിക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ടൊരു സംഭവം കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് വണക്കമാസം തീരണതിൻ്റെ അന്ന് എന്താ പറയാ, വണക്കമാസം തീരണതിൻ്റെ അന്ന് പാച്ചോറെന്ന് പറയും, അതായത് നേർച്ചക്കഞ്ഞി, അതുണ്ടാക്കണം. അപ്പൊ ഇന്നുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാല് മമ്മിയാണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത്. മമ്മി ഇല്ല, അപ്പൊ ടീനയാണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോ പാച്ചോറ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വെള്ള കളറിലെ ചോറ് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പൊ അത് ശരിയാക്കണം. അപ്പൊ അതൊക്കെ അതും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി. അപ്പൊ ഈ തുടക്കലും കാര്യങ്ങളൊക്കെ ഇപ്പൊ രാവിലെയാണല്ലോ ചെയ്തത്. പ്രാർത്ഥന വൈകുന്നേരമാണ്. അപ്പൊ വൈകുന്നേരം വണക്കവാസം ചൊല്ലി വീഡിയോ അല്ല, വണക്കവാസം തീർക്കണേണ്. തീർത്ത് ബാക്കി കാര്യങ്ങളൊക്കെ അന്നേരം കാണിച്ചു തരാം. അപ്പൊ പറ്റുമെങ്കിൽ മറ്റേ നേർച്ചക്കഞ്ഞി ഉണ്ടാക്കണ കാണിക്കാം. എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് പറ്റുമെങ്കിൽ അതിൽ വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷമുള്ള എല്ലാ വർഷം ചെയ്യുന്നത് മമ്മിയാണ്. ടീന ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പൊ ചെയ്യണതിന്റെ തിരക്കൊക്കെ കാണിക്കാൻ പറ്റുന്ന അത്രത്തോളം അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ബാക്കി ഞാൻ പോയിട്ട് മാല വാങ്ങിക്കട്ടെ. ഹലോ, അപ്പോ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് മാതാവിന്റെ വണക്കവാസം തീർക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥന വേണ്ടി ഇരിക്കുന്ന, സാധാരണ ഞങ്ങൾ 6:30 അല്ലെങ്കിൽ 7 മണിക്ക് പ്രാർത്ഥനയിലായിരിക്കും. ഇന്ന് ഇച്ചിരി വൈകി 8 മണിയാൻ വേണ്ടി പോകണം. അപ്പോൾ മാതാവിനെ താഴത്തേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പോകണം. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ള ആൾക്കാർ താഴ്ത്തുനിന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു എല്ലാ സ്ഥലത്തും. എൻ്റെ ഒരു ഊഹം വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഈ രൂപമാണ് നമ്മൾ താഴത്തേക്ക് വെക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടി ഒരു മാല വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 റോസാപ്പൂ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നേർച്ചക്കഞ്ഞിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് ടീന റെഡിയാക്കിയതാണ്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമേ ഇത് നമ്മൾ കഴിക്കുള്ളൂ. നേർച്ചയാണല്ലോ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ചൂടാണ്, ഇപ്പൊ എടുത്തേ ഉള്ളൂ ഇതിലേക്ക്. അത് നേരെ നമ്മൾ ഇവിടെ കൊണ്ടു വെക്കും. മാതാവിന്റെ വെച്ചിട്ട് തിരിയും വെച്ച് തിരി കത്തിച്ച് ഞങ്ങളിപ്പോ പ്രാർത്ഥനയിലുള്ള പരിപാടിയാണ്. പ്രാർത്ഥന ഞങ്ങളുടെ ഇതിൽ ഇങ്ങനെ ഇതേപോലെ പ്രാർത്ഥനയും ബൈബിളൊക്കെ ഉണ്ട്. ബൈബിളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എണീക്കുന്നില്ല. വീട്ടിലും ബൈബിളൊക്കെ വായിക്കും. പ്രത്യേകിച്ച് പറഞ്ഞത് ഇതാണ് വണക്കവാസത്തിന്റെ ബുക്ക്. ഇത് ചൊല്ലി ഇന്ന് തീർക്കണേണ്. പ്രാർത്ഥന എല്ലാം കാണിക്കുന്നില്ല.
പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള എന്താണ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളെന്നാ പ്രാർത്ഥന വരട്ടെ. അങ്ങനെ മെയ് മാസത്തിലെ വണക്കമാസവും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ നടയിൽ നേർച്ചക്കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടോ ഇങ്ങനെയാണ് നേർച്ച വെച്ചിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഇനി ഞങ്ങൾ എല്ലാം കഴിക്കും. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ വിളിക്കാം അല്ലേ. വാട പിള്ളേരെ, നമുക്ക് നേർച്ച കഴിക്കാം. ആച്ചു വാ കഴിക്ക്. എന്നെ അമ്മേനെ വിളിക്ക്. അപ്പോൾ ഞങ്ങളുടെ വണക്കമാസത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇതേപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.